കെട്ടിപ്പോയിട്ട് പെട്ടുപോയെന്ന് പറയുന്ന എത്ര പേരുണ്ട്? കെട്ടിപ്പോയിട്ട് പെട്ടുപോയെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പണ്ടാരോ പറഞ്ഞ പോലെ അറ്റുനോറ്റവസാനം ഞാനൊരു പെണ്ണും കേട്ടി, അവളുടെ ആട്ടുതൂപ്പും കേട്ടതിനാലൻ കൽബും പോട്ടി. മാറണം പല ഫാഷൻ ആണിവൾ എന്നും വേഷം, അവളുടെ മച്ചമാരെ കാട്ടിടാന നീ വേഷോ. പ്രായം 35 കഴിഞ്ഞു, വീട്ടുകാരുടെ വാക്കിൽ കുടുങ്ങി, വേളിയൊന്ന് കഴിച്ചു നടുങ്ങി നീറി, ഞാനാകെ പാടെ നീറി പെണ്ണൊന്ന് കെട്ടി. പണ്ടൊരാള് എഴുതിയതാ, ആറ്റുനോറ്റവസാനം ഞാനൊരു പെണ്ണ് കെട്ടി, ആറ്റുനോറ്റവസാനം ഞാനൊരു പെണ്ണ് കെട്ടി, അവളുടെ ആട്ടുതുപ്പ് കേട്ടതിനാലൻ ഹൃദയം പൊട്ടി, എൻ്റെ കൽബ് പൊട്ടി. അല്ലേ? ഭാര്യ സമാധാനം തന്നില്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസമാണ്. അറ്റുനോറ്റവസാനം ഞാനൊരു പെണ്ണും കേട്ടി, അവളുടെ ആട്ടുതൂപ്പും കേട്ടതിനാലൻ കൽബും പോട്ടി. മാറണം പല ഫാഷൻ ആണിവൾ എന്നും വേഷം, അവളുടെ മച്ചാന്മാരെ കാട്ടിടാന നീ വേഷോ. പ്രായം 35 കഴിഞ്ഞു, വീട്ടുകാരുടെ വാക്കിൽ കുടുങ്ങി, വേളിയൊന്നു കഴിച്ചു കുടുങ്ങി നീറി, ഞാനാകെ പാടെ നീറി പെണ്ണൊന്ന് കെട്ടി. അവളിങ്ങനെ പല വേഷവിധാനങ്ങളും ധരിച്ച് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കുക. പ്രായം 35 കഴിഞ്ഞു, 30 കഴിഞ്ഞു, വീട്ടുകാരുടെ വാക്കിൽ കുടുങ്ങിയിട്ട് പെണ്ണ് കെട്ടി. അവസാനം ആ പെണ്ണ് കെട്ടൽ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ പേര്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, ഈമാൻ നൽകണേ റഹ്മാനെ. അതാണ് പറയണേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ ഭാര്യമാരെങ്ങനാകണം? നമ്മുടെ ഭാര്യമാര് എങ്ങനാകണോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ എങ്ങനെ ആകണമെന്നറിയോ? മഹദി ഖദീജ ബീവിയാരാ? ഖദീജ ബീവിയുടെ ജീവിതം എങ്ങനാ? നബി തങ്ങൾക്ക് സങ്കടങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ പറയുകയാ, സമ്മിലൂനി യാ ഖദീജ. പേടിയാ ഖദീജ, തലവഴി മൂടണേ ഖദീജ, സമാധാനപ്പെടുത്തണേ ഖദീജ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ നബി തങ്ങളെന്ന് പറയുന്നത് പടച്ചവനെ പാവപ്പെട്ടവനാ. ഖദീജ ബീവി എന്ന് പറയുന്നത് വല്ലാതെ സമ്പന്നനാ. ഖദീജ ബീവിക്ക് പടച്ചവനെ സുഖമില്ലാതെ വരുമ്പോ ആളുകൾ കടന്നു വന്നു കണ്ട് പറയുകയാ, ഖദീജ എന്തിനാ മുഹമ്മദിനെ കല്യാണം കഴിച്ചത്? ഖദീജ ബീവി അതാ പറയുകയാ, എൻ്റെ സമ്പത്ത് മുഴുവനുമുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ, എൻ്റെ ആഭരണങ്ങളുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ, എൻ്റെ ജീവിതമുണ്ടല്ലോ റസൂലുള്ളാഹിക്ക് കൊടുത്തല്ലോ. എന്നാ ഖദീജ ബീവി കരഞ്ഞുകൊണ്ട് പറയുകയാ, എനിക്കുണ്ടല്ലോ എൻ്റെ ഭർത്താവിൻ്റെ സമ്പത്ത് വേണ്ട, എനിക്കുണ്ടല്ലോ എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സമ്പത്ത് വേണ്ട, എനിക്കാകെ വേണ്ടതോ ഏതെന്നറിയോ? എനിക്കെൻ്റെ നബി തങ്ങളുടെ സ്നേഹമാ, എനിക്കെൻ്റെ നബി തങ്ങളുടെ സ്നേഹമാ. ഖദീജ ബീവിയോട് ആളുകൾ പറയാ, ഖദീജ എന്തിനാ മുഹമ്മദിനെ വിവാഹം ചെയ്തേ? മുഹമ്മദിന്റെ കയ്യില് സമ്പത്തില്ല, ആ മുഹമ്മദിന്റെ കയ്യില് ഒന്നുമില്ല. ഖദീജ ബീവി കരഞ്ഞുകൊണ്ട് പറയാ, എനിക്ക് മുഹമ്മദിന്റെ സമ്പത്ത് വേണ്ട, എനിക്ക് റസൂലുള്ളാഹിന്റെ സമ്പത്ത് വേണ്ട, എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സമ്പത്ത് വേണ്ട, എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം മതി. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയാ, ഭാര്യമാർക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. എൻ്റെ ഭാര്യ സഹോദരിമാരോട് പറയാ, ഭർത്താക്കന്മാർക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാത്ത പ്രയാസ. കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ
നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഉസ്താദേ ഉമ്മ പറയുന്ന പോലെ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയൂ. അങ്ങനെയുള്ളവർ ആണാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്തേ, ഉമ്മാനെ അനുസരിക്കണം, വാപ്പാനെ അനുസരിക്കണം. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കണം. പലരുടെയും കുടുംബ ജീവിതത്തിൽ ഈ തൊലാക്ക്, ഡിവോഴ്സ്, കുടുംബ പ്രശ്നങ്ങൾ കടന്നു വരാനുള്ള കാരണം എന്താ? മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പല പ്രയാസങ്ങളുണ്ടാകുക. ഒന്നെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പടച്ചവനെ, ഇതെന്ത് ചെയ്യും? ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ നേരെ പോയിട്ട് ഇവൻ്റെ പെങ്ങളോട് പറയും, പെങ്ങള് പഠിച്ചവനെ മാവേലി എക്സ്പ്രസ് വരുന്നത് പോലെ ഇടിച്ച് തുള്ളി നമ്മുടെ വീട്ടിലോട്ടങ്ങ് വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഭാര്യനെ ഫയർ ചെയ്യുന്നു. നീ അങ്ങനെ ഇങ്ങനെ. അവസാനം നാട്ടുകാരറിയുന്നു, പള്ളി കമ്മിറ്റി ഇടപെടുന്നു. അങ്ങനെ നാട്ടുകാരും എല്ലാവരും ഇടപെട്ട് നല്ലപോലെ ജീവിച്ചു പോകേണ്ട രണ്ടുപേര് അവസാനം പിരിയുന്നൊരവസ്ഥ. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. പാടില്ല മൂന്നാമതൊരാൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കാൻ കഴിയണം. പറഞ്ഞു തീരാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരുടെ വീട്ടിൽ പറയണം. അല്ലാതെ നാട്ടിലും പെങ്ങന്മാരോടും അനുജന്മാരോടും ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ നിലവിളിച്ചെന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഖദീജ ബീവി പറയാ, എനിക്കെൻ്റെ നബി തങ്ങളുടെ സമ്പത്തൊന്നും വേണ്ട, എനിക്കെൻ്റെ നബി തങ്ങളുടെ സ്നേഹം മാത്രം മതി. അതാണ് ഭാര്യ എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു റഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. والضحى والليل إذا سجى ما ودعك ربك وما قلى എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ല യഥാ പറയുകയാ. എന്നിട്ട് അല്ല ഖുർആനിൽ വല്ലഹാ സൂറത്തിലൂടെ അല്ല പറയുകയാ, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട്, ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് റസൂലുള്ളയുണ്ടല്ലോ വല്ലാത്ത ധനമുള്ളവരാ. ഖുർആൻ പറയുകയാ, റസൂലുള്ള പാവപ്പെട്ടവനാ. ആ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടാണ് റസൂലുള്ള ഇത്തിരിയെങ്കിലും ധനമുള്ള ആളായി മാറിയത്. അള്ളാഹിന്റെ ഖുർആനാ പറഞ്ഞത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല സ്വാലിഹത്തായ ഭാര്യ ആരാ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, അള്ളാഹുവേ ഒരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാ, അല്ലേ? ഞാൻ വെറുതെ പറയണല്ല. സ്വാലിഹത്തായ ഭാര്യ ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ അവരെൻ്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ടു. അള്ളാഹു ഈമാൻ നൽകുമാറാവട്ടെ.